എല്ലാരും നിസ്കരിച്ചിട്ട് എണീറ്റിട്ട് ഓടാറില്ലേ? ചെറുപ്പക്കാരികളെ, നിങ്ങള് വീട്ടിൽ വെച്ച് നിസ്കരിച്ച് സലാം പറഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് മുസല്ലം അടുക്കിയിട്ട് മൊബൈൽ ഫോണിലേക്ക് ഓടാറില്ലേ? ഒരു തവണയെങ്കിലും 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരം പരിപൂർണ്ണല്ല. നിസ്കാരം പരിപൂർണമാവണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ വേണം. ഉമ്മയില്ലാതെ, ഉപ്പാക്ക് പ്രാർത്ഥിക്കാതെ, ഉമ്മയ്ക്ക് പ്രാർത്ഥിക്കാതെ ഒരു മനുഷ്യന്റെ നിസ്കാരവും പരിപൂർണ്ണാവില്ല. എവിടേക്കാ എണീറ്റ് ഓടുന്നത്? എവിടേക്കാ നമ്മൾ ഈ ഓടുന്നത്? തിരക്ക് കൂട്ടി എങ്ങോട്ടാ പോകുന്നത്? മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ നിങ്ങൾ എങ്ങോട്ടാ നിങ്ങളെ എണീറ്റു പോകുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഒന്നിരിക്കവിടെ, ഒന്ന് ദിക്റ് ചൊല്ല്. ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ മുസല്ലയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുക, എന്നിട്ട് ദിക്റ് ചൊല്ല്. ദിക്റ് ചൊല്ലിയിട്ട് വേറൊരു പ്രാർത്ഥനയും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇതെങ്കിലും പറ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, അവരോട് നീ കാരുണ്യം ചെയ്യ് എന്നെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് 5 നേരത്തെ നിസ്കാരശേഷം പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ ഈ നിസ്കാരക്ക് അല്ലാഹു വലിച്ചെറിയും. ആർക്കാ നിങ്ങളുടെ നിസ്കാരം? മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാത്ത നിസ്കാരം എന്തിനാണ്? അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ ഇഷ്ടം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്.